മുഖാന്തരം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 28-ാം വാക്യങ്ങളിൽ യേശു ഗദ്രാദേശത്ത് ചെയ്ത ഒരു അത്ഭുതത്തെ പറ്റി വിവരിക്കുന്നുണ്ട്. നമുക്ക് ഗദ്രാദേശത്തിലേക്ക് കടന്നു ചെല്ലാം. അവരവിടെ എന്താണ് ചെയ്തതെന്ന് നമുക്ക് കാണാം. അല്ല, അത് യേശുവും കൂട്ടരുമല്ലേ ആ വഞ്ചിയിൽ നിന്ന് ഇറങ്ങുന്നത്? അവരെന്തായിരിക്കും നമ്മുടെ നാട്ടിൽ? ദൈവമേ, അവർ ആ കിഴക്കേ വഴിയാണല്ലോ വെച്ച് പിടിക്കുന്നത്. ആ ഭ്രാന്തരാണെങ്കിൽ അവിടെയാവുന്നത്. ഇന്ന് മിക്കവാറും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഗുരു, ഒന്ന് നിൽക്കണേ. ഗുരു, ഗുരു, ഞങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതം. പക്ഷേ അങ്ങ് ഈ വഴി പോകുന്നത് ഉചിതമല്ല. മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരു ഭ്രാന്തൻ അങ്ങേ വഴി പോയാ? ഗുരു, അങ്ങെന്താണ് പുഞ്ചിരിക്കുക മാത്രം ചെയ്യുന്നത്? ഇവനീ നാട്ടുകാരനല്ലേ? ഒരുപക്ഷെ നമ്മുടെ ജീവൻ അപകടത്തിലായാലോ? വരൂ ശിശിരി, നമുക്ക് മുൻപോട്ട് തന്നെ പോകാം. ബാക്കിയെല്ലാം ദൈവഹിതം അനുസരിച്ച്. കൊടുക്ക്, അവന്റെ കൈ കൊണ്ടൊന്ന് ചാവട്ടെ. മരിച്ചുപോയോ? പത്രോസേ, ഒരു തുണി എടുത്തേ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്താണ് ആളുകൾ എനിക്ക് ചുറ്റും ഓടി വരുന്നത്? എല്ലാം പോയി. അയ്യോ, ഞങ്ങളുടെ എല്ലാം പോയി. ഞങ്ങളുടെ എല്ലാ സമ്പത്തും നശിച്ചു പോയ. ഞങ്ങളുടെ എല്ലാം നശിച്ചു പോയ. നീ യേശു അല്ലേ? ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. നീ എന്തിനു ഞങ്ങളെ ഉപദ്രവിക്കുന്നു? നീ മനുഷ്യനെ സുഖപ്പെടുത്തിയല്ലേ? ഇവന്റെ മേലുണ്ടായിരുന്ന അശുദ്ധാത്മാക്കൾ എന്റെ പതികൂട്ടത്തിന്റെ മേൽ കയറി. അതിനാലാവും അവർ കടലിൽ ചാടി ചത്തത്. ഗുരു, അങ്ങ് എന്തിനാണ് ഞങ്ങളെ ഉപദ്രവിക്കുന്നത്? ഞങ്ങൾക്ക് അങ്ങേ പേടിയാണ്. ഞങ്ങളെ വിട്ട് പോകുക. വരൂ ശിശിരി, നമുക്ക് മറുകരയിലേക്ക് പോവാം. ഗുരു, ഞാനും അങ്ങയോടൊപ്പം. വേണ്ട മകളെ, നീ നിന്റെ ദേശത്തേക്ക് തന്നെ പോവുക. ദൈവം നിനക്ക്
പറയുക. നന്ദി, നമസ്കാരം.